ഇതിൽ വളരെയധികം പരാതങ്ങൾ, ചെതല് പോലെയുള്ള സാധനങ്ങൾക്ക് ഏകദേശം വളരാറുണ്ട്. നമ്മളിന്ന് പ്രധാനമായും ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കാൻ പോകുന്നത് നമ്മൾ ഇന്റീരിയർ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇന്റീരിയർ വർക്കിന് നമ്മൾ പ്രധാനമായിട്ടും കാലകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന തടി, പ്ലൈവുഡ് മുതലായ സാധനങ്ങളെ പെട്ടെന്ന് കേടുവരുത്തുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് പറയാവുന്ന ഒരു മെറ്റീരിയലാണ് PVC WPC ഷീറ്റുകൾ എന്ന് പറയുന്നത്. PVC WPC ഷീറ്റുകളിലേക്ക് വരുമ്പോൾ അവ ഫയർ റിട്ടാർഡന്റ് ആണ്. ചെതൽ, മറ്റ് പരാതങ്ങൾ ഇങ്ങനെയുള്ള ഒന്നും ഇതിനെ അഫക്ട് ചെയ്യില്ല. ഒപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം ഈ ഷീറ്റിനെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഇതിന്റെ ലേബർ ചാർജ് വളരെ കുറവായിരിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ വർക്കുകൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് ഇതിൽ റിപ്പയർ വർക്കുകളോ അല്ലെ മെയിൻ്റനൻസ് വർക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയും. സീറോ മെയിൻ്റനൻസ്, സീറോ റിപ്പയർ എന്ന് പറയാവുന്ന രീതിയിലാണ്. ഏതാണ്ട് ഒരു ആയുഷ്കാലം നിലനിൽക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നമാണ് WPC PVC ഷീറ്റുകൾ. WPC PVC ഷീറ്റുകൾ തന്നെ നമുക്കിന്ന് മാർക്കറ്റിൽ പല കമ്പനികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഷീറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയലുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാക്സ്വുഡ് ബോർഡുകൾ ഇന്ത്യയിലെ ഗുണനിലവാരങ്ങൾക്കെല്ലാം, പരിശോധനകൾക്കെല്ലാം വിധേയമായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഷീറ്റുകൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഗുണനിലവാരം പൂർണ്ണമായിട്ടും നമുക്കത് ഗ്യാരണ്ടി തരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള മാക്സ്വുഡ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.